യൂണിയൻ ഇൻഫോടെക്കിന്റെ പവർപോയിന്റ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലൈഡ് മാസ്റ്റർ വ്യൂവിനെ കുറിച്ചാണ്. അതായത് സ്ലൈഡ് മാസ്റ്റർ വ്യൂ യൂസ് ചെയ്തിട്ട് പ്രസന്റേഷനുള്ള സ്ലൈഡ് ലേഔട്ട് അല്ലെങ്കിൽ ഒരു സ്ലൈഡ് എങ്ങനെ ക്വിക്കായിട്ട് മോഡിഫൈ ചെയ്യാമെന്നാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പുതിയ സ്ലൈഡ് ലേഔട്ട് എങ്ങനെ പ്രസന്റേഷനകത്ത് ഇൻസേർട്ട് ചെയ്യാം, അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്നും കൂടി പഠിക്കുന്നുണ്ട്. സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത് പവർ പോയിന്റിൽ വരുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ട് പ്രസന്റേഷനിലുള്ള സ്ലൈഡ്സ് ലേഔട്ട്സും അതുപോലെ സ്ലൈഡുകളൊക്കെ ക്വിക്കായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്ലൈഡ് മാസ്റ്റർ വ്യൂയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് വ്യൂ ടാബിനകത്താണ് പോകേണ്ടത്. അപ്പോൾ വ്യൂ ടാബിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ലൈഡ് മാസ്റ്റർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രസന്റേഷൻ നേരെ പോകുന്നത് സ്ലൈഡ് മാസ്റ്റർ വ്യൂവിലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു നാവിഗേഷൻ പാൻ ഉണ്ട്. നാവിഗേഷൻ പാനിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രസന്റേഷനിൽ യൂസ് ചെയ്യുന്ന എല്ലാ ലേഔട്ട്സും ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ സ്ലൈഡാണ് നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നു അതൊക്കെ നമ്മുടെ എൻറ്റയർ പ്രസന്റേഷനകത്തുള്ള എല്ലാ ലേഔട്ട്സിലും അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ താഴെ കാണുന്നത് ഓരോന്നും ഓരോ ലേഔട്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു ലേഔട്ട്സിലൊക്കെ അത് അപ്ഡേറ്റ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മാസ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആരോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസും കളേഴ്സൊക്കെ കാണാൻ കഴിയും. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പോയാലും മതി. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഗ്രേഡിയൻ ഫില്ലോ അല്ലെങ്കിൽ സോളിഡ് ഫില്ലോ എന്തെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേഡിയൻ ഫില്ല് വേണമെങ്കിൽ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുക, അതിന് ഗ്രേഡിയൻ ഫില്ല് എന്താണെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലൈ ടു ഓൾ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ പോവാം. ഇവിടുന്ന് പിക്ചർ സെലക്ട് ചെയ്യാം. ഞാൻ ഓൺലൈൻ പിക്ചേഴ്സാണ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യാം. ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യാം. ഇൻസേർട്ട് കൊടുക്കാം. അപ്പോൾ ഈ പിക്ചർ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയാണോ ഇതിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഞാനൊരു സ്ലൈഡിൽ മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ എൻറ്റയർ സ്ലൈഡ് ലേഔട്ട്സിനകത്തൊക്കെ ആ ഒരു പിക്ചർ അവിടെ ഇൻസേർട്ടായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റ മാസ്റ്റർ സ്ലൈഡിൽ എന്തൊക്കെ ചെയ്യുന്നു അത് നമ്മുടെ എല്ലാ ലേഔട്ട്സിലും അത് ചേഞ്ചസ് വരുന്നതായിരിക്കും. ഈ നമ്മുടെ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ മാറ്റി, അതുപോലെ നമ്മുടെ ഒരു പിക്ചർ ഇതിനകത്ത് ആഡ് ചെയ്തു. ഇതാണെങ്കിൽ നമുക്കിതിന് ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതിന് വന്നിട്ട് ഫോണ്ട് കൊടുക്കാം. ഫോണ്ടിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ് ടെക്സ്റ്റ് വേണ്ട ഒരു ഫോണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മളത് മാറ്റുന്നതനുസരിച്ചിട്ട് എല്ലാവിടെയും അത് മാറിയിട്ടുണ്ടാകും. എല്ലാ ലേഔട്ട്സിനകത്തും അത് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്റ്റർ വ്യൂ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡ് മാസ്റ്റർ ടാബിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാം. ക്ലോസ് മാസ്റ്റർ വ്യൂ. അപ്പോൾ നമ്മൾ നോർമൽ ഫോർമാറ്റിലോട്ട് പോകും. അപ്പോൾ ഇവിടെ ഉണ്ടോ ഒരു പിക്ചർ നമ്മൾ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഏത് ലേഔട്ട് കൊടുക്കുകയാണെങ്കിലും അതിനകത്ത് ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ടും അതുപോലെ അതിനകത്തുള്ള പിക്ചറും ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലൊക്കെ സെയിം ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത്. ഷെയറിങ് ഈസ് കെയറിങ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. ഇനി നെക്സ്റ്റ് ഞാനിവിടെ പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാന്ന് വെച്ചോ. അതിൽ ഈ ഒരു തീം തന്നെ, ഈ ഒരു ലേഔട്ട് തന്നെ എടുക്കാം. ഫസ്റ്റത്തെ ലേഔട്ട് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് ടൈറ്റിലാണ്. ടൈറ്റിൽ സ്ലൈഡ് എടുത്തു. അപ്പോൾ അവിടെ തന്നെ ഒന്നിൽ കൂടുതൽ ലേഔട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റും തേർഡും പറയുന്നത് സെയിം ലേഔട്ടാണ്. അതുപോലെ സെക്കൻഡും ബാക്കി 4ഉം സെയിം ലേഔട്ടാണ്. അതിൽ 5ഉം വേറെ ലേഔട്ടാണ്, 6 വേറെ ലേഔട്ടാണ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ നമ്മൾ ഒന്നിൽ കൂടുതൽ ലേഔട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടൈറ്റിൽ വിത്ത് കണ്ടൻറ്റ്,
അതുപോലെ 2 കണ്ടൻസ് ഉള്ള ലേഔട്ട്. ഇനി നമുക്ക് എൻ്റയർ ലേഔട്ട്സിൽ മാറ്റാതെ ഒരു പർട്ടിക്കുലർ ലേഔട്ട് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വീണ്ടും വ്യൂവിൽ പോവാം, സ്ലൈഡ് മാസ്റ്റർ എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മാസ്റ്റർ സ്ലൈഡ് മേലെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ ലേഔട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഏത് ലേഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു? കണ്ടന്റും അതുപോലെ അതിൻ്റെ ഈ ഒരു ലേഔട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലേഔട്ടിന് നെയിം അറിയണമെങ്കിൽ ജസ്റ്റ് ആ ലേഔട്ടിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് മൗസ് ഹോവർ ചെയ്താൽ മതി. അപ്പോൾ ഈ ലേഔട്ടിൻ്റെ പേരും അത് ഏതൊക്കെ സ്ലൈഡിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ ടൈറ്റിൽ സ്ലൈഡ് ലേഔട്ടാണ് യൂസ്ഡ് ബൈ സ്ലൈഡ്സ് 1ഉം 3 അപ്പോൾ 1ഉം 3 ഈ ഒരു സ്ലൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻ നടത്തി കഴിഞ്ഞാൽ സ്ലൈഡ് 1ഉം സ്ലൈഡ് 3 മാത്രമായിരിക്കും അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ ഈ ഒരു സ്റ്റൈല് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈല് മാറ്റണം. അപ്പോൾ ഇതിൽ അകത്ത് വല്ല ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പിക്ചർ അത് കാണിച്ചു തരില്ല. അതേസമയം ആ ടിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പിക്ചർ നമുക്കത് കാണിച്ചു തരും. ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈല് ഈ ഒരു ലേഔട്ടിന് മാത്രം ചേഞ്ച് ചെയ്യണം. ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈല് ചെക്ക് ചെയ്തു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലേഔട്ട് മാത്രം മാറുള്ളൂ, ബാക്കിയൊന്നും മാറത്തില്ല. ഇനി നമ്മളൊന്ന് ഈ ഒരു സ്ലൈഡ് മാസ്റ്റർ ക്ലോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ 1ഉം 3ഉം മാത്രമേ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നു. അതായത് ആ ലേഔട്ട്സ് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നോ ആ ലേഔട്ട് യൂസ് ചെയ്യുന്ന സ്ലൈഡ്സ് മാത്രം മാറത്തുള്ളൂ. നെക്സ്റ്റ് ഈ ഒരു സ്ലൈഡ് മാസ്റ്റർ വ്യൂവിനകത്ത് എങ്ങനെ ഒരു പുതിയ ലേഔട്ട് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ പുതിയ ലേഔട്ട് എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ പൊസിഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ലേഔട്ട് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പുതിയ ലേഔട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ടാകും. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ഹോൾഡേഴ്സ് ഒക്കെ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടപ്രകാരത്തിലുള്ള ഒരു ലേഔട്ട് ആക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു പ്ലേസ് ഹോൾഡർ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻസേർട്ട് പ്ലേസ് ഹോൾഡർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് കൊടുക്കാനുള്ള പ്ലേസ് ഹോൾഡർ ഉണ്ട്, അതുപോലെ പിക്ചർ കൊടുക്കാനുള്ള പ്ലേസ് ഹോൾഡർ ഉണ്ട്, അതുപോലെ ചാർട്ട്, ടേബിൾ, സ്മാർട്ട് ആർട്ട്, മീഡിയ അതുപോലത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടന്റ് എടുക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് വിടും. അപ്പോൾ ഞാനിവിടെ കണ്ടന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുക്കുന്ന പോലെയും അതുപോലെ ഇത് കണ്ടന്റ് കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ആ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവാം. അതുപോലെ അതിൻ്റെ ഷേപ്പ് സ്റ്റൈൽസ് ഒക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ട്യൂട്ടോറിയൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാം. പിന്നെ വന്നിട്ട് ഞാനിവിടെ ഇൻസേർട്ട് ഹോൾഡറിൽ ഒരു പിക്ചറിൻ്റെ പ്ലേസ് ഹോൾഡർ എടുക്കുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് പിക്ചറായി. ഇനി എനിക്ക് വീണ്ടും വേറൊരു പ്ലേസ് ഹോൾഡറും കൂടി വേണം. അപ്പോൾ ഞാനത് മീഡിയ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അത് പ്ലേസ് ഹോൾഡേഴ്സ് എവിടെയും വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു പ്ലേസ് ഹോൾഡർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നമുക്ക് മാറ്റാം. അതുപോലെ തീംസ് വേണമെങ്കിലും മാറ്റാവുന്നതാണ്. അപ്പോൾ തീംസ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഒരു ലേഔട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്റ്റൈൽ എടുത്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പുതിയ ലേഔട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ലേഔട്ടിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കസ്റ്റം ലേഔട്ട് പറഞ്ഞ പേരിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പേര് അവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ലേഔട്ട് എന്ന് കൊടുക്കുന്നുണ്ട്, റീനെയിം എന്ന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ പേരവിടെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പുതിയ ലേഔട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഇഷ്ടപ്രകാരം അതിനകത്ത് കുറച്ച് പ്ലേസ് ഹോൾഡേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. പ്ലേസ് ഹോൾഡേഴ്സ് പറയുമ്പോൾ ടെക്സ്റ്റ് ആവാം, പിക്ചർ ആവാം, മീഡിയ ആവാം, അതുപോലെ പല ഫോർമാറ്റിലുള്ള പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലേഔട്ട് എങ്ങനെ നമ്മുടെ പ്രസൻറ്റേഷനകത്ത് എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലൈഡ് മാസ്റ്റർ വ്യൂ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലേഔട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് പേജിന് ശേഷം ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ന്യൂ സ്ലൈഡിൻ്റെ അവിടെ നമ്മൾ നോർമലി ലേഔട്ട് എടുക്കുന്ന പോലെ ലേഔട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ലേഔട്ട് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലേഔട്ടാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, അപ്പോൾ ആ ഒരു ലേഔട്ട് നമുക്കിവിടെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണോ ടൈറ്റിൽ വേണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എന്ത് ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം. അതുപോലെ ഇതിനകത്ത് പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ വല്ല പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും
മീഡിയ ഐക്കൺസ് എന്തെങ്കിലും ആണെങ്കിൽ അതും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അത് അവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പുതിയ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അത് നമ്മുടെ പ്രസൻറ്റേഷനകത്ത് യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലേഔട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലേഔട്ട് മറ്റ് പ്രസൻറ്റേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതൊന്ന് ആദ്യം സേവ് ചെയ്യണം. അതായത് നമ്മൾ ഡിസൈൻ ടാബിൽ പോയിട്ട് ഏറെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് കറണ്ട് തീം കൊടുക്കാം. എന്നിട്ട് ആ തീമിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ തീം ടെസ്റ്റിംഗ് എന്ന് കൊടുക്കുന്നുണ്ട്. സേവ് കൊടുക്കാം. ഇനി നമ്മളൊരു പുതിയ പ്രസൻറ്റേഷൻ എടുക്കാം. ബ്ലാങ്ക് പ്രസൻറ്റേഷനിൽ പോവാം. ഇനി ഇവിടെ നമുക്ക് ആ ഒരു തീം വരണമെങ്കിൽ ഇതിനകത്ത് ഡിസൈൻ ടാബിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെവിടെയാണ് ആ ഒരു തീം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ്. ആ തീം ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് ഹോമിനകത്ത് പോയിട്ട് ന്യൂ ലേഔട്ടിൽ ഈ ഒരു ലേഔട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതായത് ആ ഒരു തീമിലുള്ള എല്ലാ ലേഔട്ട്സും ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു സമ്മറിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ സ്ലൈഡ് മാസ്റ്റർ വ്യൂ യൂസ് ചെയ്തിട്ട് ഒരു സ്ലൈഡ് ലേഔട്ട്സ് അല്ലെങ്കിൽ സ്ലൈഡ്സ് ഒക്കെ എങ്ങനെ പെട്ടെന്ന് മോഡിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. അതിനുശേഷം പുതിയ ഒരു ലേഔട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ആ ക്രിയേറ്റ് ചെയ്ത ലേഔട്ട് നമ്മുടെ പ്രസന്റേഷനകത്ത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഈ ഉണ്ടാക്കിയ ലേഔട്ട്, അതായത് ഈ ഉണ്ടാക്കിയ നമ്മുടെ ഒരു തീം എങ്ങനെ സേവ് ചെയ്യാമെന്ന് പഠിച്ചു. സേവ് ചെയ്തിട്ട് മറ്റ് പ്രസന്റേഷനിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നും പഠിച്ചു.